നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശൻ ഒരു ഗിഫ്റ്റ് തരാൻ പാർവതിക്കായിരുന്നു നിർബന്ധം. എന്തിനാ വിപിനെ അതൊക്കെ ഇവിടെ പറഞ്ഞേ? മോശമായി പോയിട്ടോ. എന്ത് മോശം? ഞാൻ സത്യമല്ലേ പറഞ്ഞ. ഈ വലിയ വീട്ടിൽ താമസിച്ചാലും പാർവതിയുടെ കയ്യിലെ കാശുകൊണ്ടല്ലേ മുത്തശ്ശന് ഗിഫ്റ്റ് വാങ്ങിയത്. ആ നല്ല മനസ്സ് മുത്തശ്ശൻ അറിയണ്ടേ? നീ കഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത് വാങ്ങിക്കൊണ്ട് വന്നതല്ലേ, നീ തന്നെ മുത്തശ്ശന് കൊടുത്തേക്ക്. മുത്തശ്ശ മുത്തശ്ശന് ഇഷ്ടായോ? എനിക്കിഷ്ടായി മോളെ. എനിക്ക് വെള്ള കളറ് വലിയ ഇഷ്ടമാ. അല്ല, ഇത് വെള്ള കളറാണെന്ന് മുത്തച്ഛൻ എങ്ങനെ അറിയാം? എന്ത് ചോദ്യാ മോനെ. കണ്ണേ കാണാത്തതുള്ളൂ, മനസ്സുകൊണ്ട് എല്ലാം കാണാം. അല്ലേലും ഈ വൃദ്ധന് വെള്ള നിറവാ ഇഷ്ടം. ഞാൻ ഊഹിച്ചു വെള്ള കളറായിരിക്കുമെന്ന്. എന്താ, വെള്ള നിറം തന്നെയാണോ? അതെ മുത്തച്ഛ, വൈറ്റ് കളറാ. അപ്പൊ എന്റെ അനുമാനം തെറ്റിയില്ല. സമ്മതിച്ചു മുത്തച്ഛ. നിങ്ങളുടെ ഗസിംഗ് സൂപ്പർ. ഒന്ന് നഷ്ടപ്പെട്ട മറ്റൊന്നിന്റെ പവർ ഇരട്ടിയാക്കും ഗോഡ്. മുത്തച്ഛന്റെ കാഴ്ച പോയാലെന്താ, കറക്റ്റായിട്ട് ഊഹിക്കാൻ കഴിയുന്നില്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തച്ഛ. ശരി മക്കളെ, പോയിട്ട് വാ മക്കളെ. ശരി മുത്തശ്ശ. അലങ്കാരങ്ങൾ കുറച്ചുകൂടെ ആവായിരുന്നു ചേച്ചി. ബർത്ത്ഡേ ഡെത്ത് ഡേ ആവാനുള്ളതല്ലേ. അവന്റെ അവസാനത്തെ ആഘോഷം കുറച്ചുകൂടെ ഗംഭീരമാക്കണമായിരുന്നു. ഇത് തന്നെ കൂടുതലാ പ്രതാപ. വേറിട്ട് പോകുമെന്ന് ഉറപ്പുള്ള ചെടിക്ക് ആരെങ്കിലും വെള്ളം ഒഴിക്കുവോ? അത് ശരിയാ. ആ കാശിന് നമുക്ക് മുറ്റത്ത് പന്തലിടാം. കത്തിക്കരിഞ്ഞവന്റെ മൃതശരീരം കാണാൻ വരുന്നവര് വെയിലും മഴയും കൊള്ളാതിരിക്കട്ടെ. അങ്ങനെ ചിന്തിക്കും. അതാണ് ബുദ്ധിയുള്ളവരുടെ ചിന്താഗതി. താങ്ക് യു ചേച്ചി. പിന്നെ അലങ്കാരങ്ങൾക്ക് നടുവില് കത്തിക്കരിഞ്ഞവന്റെ ബോഡി കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.